ചെറിയ കുട്ടി എന്നല്ല ആ ഗുളിക നമുക്ക് ശരീരത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഫക്ട് ചെയ്യുന്ന പുള്ളിക്ക് അറിയാമാണെങ്കിൽ പുള്ളി കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. 2 ഗുളിക കൊടുത്തിട്ട് കഴിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുമോ? അത് ചത്തു എനിക്ക് ഞാൻ 2 ഗുളിക നീ കഴിക്കുമോ? ബിഗ് ബോസിന്റെ ഒരു ക്രൂരത എന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിക്കുകയാണ്, എന്താണ് സിബി പുറത്തു വന്നപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് സിബിന് ഒരു മെഡിസിൻ കൊടുത്തു എന്ന് പറഞ്ഞിട്ട്. അത് അങ്ങനെയൊക്കെ പറയണു, എനിക്കറിയില്ല. സിബിൻ പുറത്തു വന്നിട്ട് ഇതേപോലെ ഒരു മെഡിസിൻ വന്ന് എനിക്ക് തന്നു. അത് എന്താണ് സാധാരണ ഒരു പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് എഴുതേണ്ട മെഡിസിൻ അല്ല, കുറെ വിലയിരുത്തിയിട്ട് എഴുതേണ്ട ഒരു മെഡിസിൻ ആണ്. ഒരു മാനസിക രോഗിക്ക് കൊടുക്കുന്ന മെഡിസിൻ. അത് പെട്ടെന്ന് ഉള്ള മെഡിസിൻ അല്ല. ഒരു വീഡിയോ കോളിൽ ഏതോ സൈക്കാട്രിസ്റ്റ് വന്നിട്ടാണ് എന്നെ നിരീക്ഷതും വീഡിയോ കോളിലാണ്, നേരിട്ട് വരാണ്ടാണ് എനിക്കൊരു മെഡിസിൻ എഴുതിയത് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ് മീറ്റ് അടക്കം വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അതിനോട് എന്താ പറയാനുള്ളത്? ഞാൻ അതില് യോജിക്കുന്നില്ല. സിബിൻ ബേസിക്കലി ബിഗ് ബോസ് എന്ന ഷോ കൊണ്ടാണ് സിബിനെ കൂടുതൽ ആളുകൾ തിരിച്ചറിഞ്ഞത്. അല്ലെങ്കിൽ അതെന്തൊക്കെ ഷോ ചെയ്തെന്ന് പറഞ്ഞു, ഞാൻ അറിയില്ല. ഞാൻ ജസ്റ്റ് കണ്ടിട്ടുണ്ട് സിബിൻ വന്നിട്ട് പ്രസ് മീറ്റ് വിളിക്കുക, അല്ലെങ്കിൽ സിബിൻ അതിൻ്റെ അകത്ത് പോകണമെന്ന് പറഞ്ഞ് ഇരുന്ന് ബഹളം ഉണ്ടാക്കിയ ഒരാളാണ്. ഞാനത് എപ്പിസോഡ് കണ്ട ഒരാളാണ്. പിന്നെ പുള്ളി കുറച്ച് കംഫർട്ടായി. ആരും നമ്മളുടെ മെന്റലി കുറച്ച് ഇതാവുമ്പോഴാണ്, കോൺഷ്യസ് ആകുമ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞത്. ഞാനും പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അത് കഴിയുമ്പോൾ കുറച്ച് വെള്ളം കുടിച്ച് റിലാക്സ് ആയിട്ട് അങ്ങോട്ട് നടന്നു കഴിയുമ്പോ നമ്മൾ ഓക്കെ ആവും. അപ്പോ പിന്നെ പുറത്തിറങ്ങിയിട്ട് പുള്ളിനെ പറഞ്ഞു വിട്ടു എന്നൊക്കെ പറയും. പുള്ളി സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് കാര്യമില്ല, പോണെന്ന് പുള്ളി പറഞ്ഞിട്ടാണ്. പിന്നെ ഗുളിക കൊടുത്ത ദിവസം എനിക്കറിയാൻ പാടില്ല. അതിന് ഞാൻ ചെറിയ കുട്ടി എന്നല്ല ആ ഗുളിക നമുക്ക് ശരീരത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഫക്ട് ചെയ്യുന്ന പുള്ളിക്ക് അറിയാമാണെങ്കിൽ പുള്ളി കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ എന്തായിരിക്കും പുള്ളിയുടെ ഇന്റൻഷൻ? എനിക്കറിയില്ല ബ്രോ, അതിനെ പറ്റി പുള്ളിക്ക് അറിയാം. ഇന്റൻഷൻ ചിലപ്പോൾ പുള്ളിക്ക് പറയാൻ പറ്റുള്ളൂ, എനിക്ക് അതിനെ പറ്റി ധാരണ. പക്ഷെ ഗുളിക കൊടുത്ത് ഒരു ഗുളിക പാരസെറ്റമോൾ അതില് എന്തൊക്കെയാണോ എത്ര നമുക്ക് എന്താണ് ആ സാധനം കഴിച്ചാൽ പറ്റും എന്നതിൽ എഴുതി വെച്ചിട്ടുണ്ട്. സിഗരറ്റ് വലിക്കുമ്പോൾ അതിന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്ത് പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഗുളിക മാത്രം 2 ഗുളിക കൊടുത്തിട്ട് കഴിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുമോ? അത് ചത്തു എനിക്ക് ഞാൻ 2 ഗുളിക നീ കഴിക്കുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് സ്വാഭാവികമായിട്ട് ഇതിലൊന്നും ഞാൻ യോജിക്കുന്നില്ല. കാര്യം സെബിൻ വീഡിയോ കോളിൽ ഡോക്ടർ വിളിച്ചെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ മെന്റലി അപ്സെറ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. എനിക്ക് മെന്റലി എന്തെങ്കിലും തെറാപ്പിയോ എന്തെങ്കിലും തന്നാൽ മതി, എനിക്ക് ടാബ്ലറ്റ് ഒന്നും വേണ്ട. ഒരു ടാബ്ലറ്റ് ഏറ്റവും അവസാനം എടുക്കുന്ന സാധനമാണ്. മെന്റലി ഫുൾ ഓൺ അപ്സെറ്റ് ആകുമ്പോഴാണ് ഒരു ടാബ്ലറ്റ് ഒക്കെ എടുക്കാന്ന് പറയാ. കാര്യം ഞാൻ തന്നെ എനിക്ക് അത്രയും സഹിക്കാൻ പറ്റാതെ പനിച്ചാലോ അല്ലെങ്കിൽ ഞാൻ ഒരു ടാബ്ലറ്റ് കഴിക്കുള്ളൂ. അല്ലെങ്കിൽ അത് റെസ്റ്റ് എടുത്ത് മാറ്റാൻ പറ്റുന്ന അസുഖമാണെങ്കിൽ മാറ്റാം. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞ് ടാബ്ലറ്റ് കഴിച്ചേ പറ്റുള്ളൂ. ഞാൻ ചോദിക്കും, ഈ ടാബ്ലറ്റ് കഴിച്ചാൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, എന്റെ ശരീരത്തിൽ എന്തെങ്കിലും എഫക്ട്? നമ്മൾ ചെറിയ കുട്ടി നോക്കുമ്പോൾ 10-30 വയസ്സായ ആൾക്കാരല്ലേ, ചോദിക്കാം. ഡോക്ടറോട് ചോദിച്ചാൽ വിഷയമൊന്നുമില്ല. ഈ ടാബ്ലറ്റ് കഴിച്ചാൽ എനിക്ക് എന്തെങ്കിലും എഫക്ട് ചെയ്യും ഡോക്ടറെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? അല്ലെങ്കിൽ നമുക്ക് തന്നെ വായിച്ചു നോക്കാൻ പറ്റുമല്ലോ ഈ ടാബ്ലറ്റ് എന്താണെന്ന്. ബിഗ് ബോസ് ഈ തരത്തില് കണ്ടസ്റ്റന്റിനോട് ഇങ്ങനെ പെരുമാറില്ല എന്നാണ് എപ്പോഴും വിചാരിക്കുന്നത്. ഞാൻ അതിന്റെ അകത്ത് പോയ ഒരാളാണ്. അങ്ങനെ വലിയ എന്റെ സീസണിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോ ഇവര് ഓരോരുത്തർ പുതിയ ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുമ്പോ ജനങ്ങളിലേക്ക് ഇങ്ങനെ ഭീകരമായിട്ടുള്ള ഒരു ഷോയുടെ ഒരു എന്താ പറയാ, ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോം ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമാണ്. കാര്യം കോടിക്കണക്കിന് ആളുകൾ പല ലാംഗ്വേജിൽ കാണുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ്. അത് ഓരോ സീസണിലും ഓരോ ആളുകൾ പലതും വന്ന് വിളിച്ചിങ്ങനെ പറയുമ്പോൾ ആ ഷോയുടെ എന്നാൽ ആ ഷോയുടെ ബ്രാൻഡ് വാല്യൂ ഡാമേജ് ആവാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ പറയാ, ആളുകൾക്ക് എന്ത് വേണമെങ്കിലും പറയാലോ. എന്റെ അകത്ത് പോയിട്ട് ഞാൻ അങ്ങനെ ഏത് ഫോൺ കിട്ടി വാങ്ങിയിട്ട് എനിക്ക് അവിടെ നിന്ന് ഇൻഫോർമേഷൻ തന്നു, ഇവിടുന്ന് ഇൻഫോർമേഷൻ അങ്ങനെ ഇങ്ങനെ. ഇതിന്റെ മേളിലിരിക്കുന്ന ആളുകളൊന്നും ഒന്നും പറയേണ്ട ആവശ്യം. കാര്യം അവർക്കറിയാം ഇങ്ങനെ സംഭവിച്ച കാര്യം. പിന്നെ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് പലരും പറഞ്ഞിട്ടുണ്ടായി. അയാള് ടോപ്പ് 5 കൺഫേം ആയിട്ട് വരേണ്ട ആളാണ്. ഇപ്പൊ അഭിഷേക് പോലത്തെ സ്ഥാനത്തേക്ക് പുള്ളി വരേണ്ട ഒരാളാണ്. അയാൾ തന്നെ അയാളെ കുഴി തോണ്ടിയെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. കാര്യം അയാള് പറഞ്ഞു എനിക്ക് വീട്ടിൽ പോകണം എനിക്ക് പറ്റുന്നില്ല. പുള്ളി തന്നെ പറഞ്ഞ് പുള്ളി തന്നെയാണ് പുള്ളിയുടെ വിഷയം കുഴി തോണ്ടിയത്. അല്ലാതെ പുറത്തിറങ്ങിട്ട് പുള്ളിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളി തന്നെ പോകണമെന്നുകൊണ്ട് പുള്ളി തന്നെ പറഞ്ഞോട്ട് അത്രേ ഉള്ളൂ. ഒരു ഫസ്റ്റ് വൈൽഡ് കാർഡ് വിന്നിംഗ് മെറ്റീരിയൽ ആയിട്ട് കൺസിഡർ ചെയ്യാം. വിന്നിംഗ് മെറ്റീരിയൽ എന്തായാലും ആവില്ല, ഡാം ഷുവർ. അതൊന്നും ആവില്ല. എന്തുകൊണ്ടായിക്കൂടാ? സിബിനേക്കാൾ നന്നായിട്ട് ഗെയിം കളിക്കുന്ന ആളുകളുണ്ട്. സിബിനേക്കാൾ ഇപ്പൊ ജാസ്മിൻ തന്നെ നന്നായിട്ട് സിബിനേക്കാൾ നന്നായിട്ട് ഗെയിം കളിക്കുന്ന അതിനകത്ത്. ജാസ്മിൻ സിബിനെ നമുക്ക് വഴക്കുണ്ടായ ശേഷമല്ലോ സിബിൻ ലാലായിട്ട് പിടിച്ചിരുന്ന ജസ്റ്റ് ഒരു ഡോസ് കൊടുത്തോളാണ് സിബിൻ ഡൗൺ ആയത്, അല്ലെ? ഡൗൺ ആയത്. അപ്പൊ ആലോചിക്കാൻ പാടില്ലേ?